Dubai Gold and Diamonds, Pride of Generations. പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. മേലാറ്റൂർ പുലാമന്തോൾ റോഡ് നിർമ്മാണം സംസ്ഥാന പാതയുടെ ഭാഗമായ നിർമ്മാണ പ്രവൃത്തികൾ വർഷങ്ങളായി തുടങ്ങിയിട്ട് ഇതുവരെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. കോൺട്രാക്ടറുടെ മെല്ലെപ്പോക്ക് സംസ്ഥാന സർക്കാർ കൃത്യമായ ശക്തമായ നടപടി സ്വീകരിച്ച് ഈ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കോൺട്രാക്ടറെ മാറ്റി പുതിയ കോൺട്രാക്ടറെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് MLA ഉൾപ്പെടെയുള്ളവർ സംസ്ഥാന പാത ഉപരോധിക്കുന്നത്. MLA തന്നെ അതിനെക്കുറിച്ച് നില 24 ലൈവിനോട് പ്രതികരിക്കുകയാണ്. ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട സമരമാണ്. ഈ സമരത്തെക്കുറിച്ചും ഇതിന്റെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ഈ ഒരു സമരത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ജനങ്ങളുടെ സമരമാണിത്. രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തം, ഇവിടുത്തെ എല്ലാ പാർട്ടികളുടെയും ഉത്തരവാദിത്തം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടികളെല്ലാം കക്ഷി വ്യത്യാസമില്ലാതെ അത് ഏറ്റെടുത്തിരിക്കുന്നു എന്നത് കേരളത്തിലെ തന്നെ ഒരു മാതൃകയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം സമരത്തിന്റെ മുമ്പിൽ ഒരു കൊടി നിറവുമില്ല. എല്ലാവരും ജനങ്ങളുടെ പ്രശ്നം. കാരണം കഴിഞ്ഞ 4 വർഷം ജനങ്ങൾ അനുഭവിക്കുന്ന തീരാ ദുരിതമുണ്ട്. ആ ദുരിതത്തിന് ഉത്തരവാദി KSTP ആണ്, കരാർ കമ്പനിയാണ്. ആ കമ്പനിയുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും നമ്മൾ നടത്തിയിട്ടുണ്ട്. ഞാൻ ബഹുമാന്യനായ മന്ത്രി അടക്കം ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് യോഗങ്ങൾ അദ്ദേഹം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ഈ കുറ്റകരമായ അനാസ്ഥ തിരുത്തുന്നവരെയും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ആദ്യഘട്ടം ഇവിടെയാണ്. ഇത് കഴിഞ്ഞിട്ട് ഒട്ടേറെ സമരങ്ങൾ MLA നടത്തിയിട്ടുണ്ട്. ഇനി അടുത്ത സമരം ഇത് എത്രയും പെട്ടെന്ന് നിർമ്മാണം തുടങ്ങിയില്ലെങ്കിൽ, പൂർത്തീകരിച്ചില്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വ്യാപിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അത് സമരസമിതിയുമായി ആലോചിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് KSTPയുടെ ഓഫീസ് ഉപരോധം അടക്കം വേണ്ടി വന്നാൽ ആലോചിക്കും. തീർച്ചയായിട്ടും മന്ത്രിയുടെ ഒരു അനുകൂലമായ നിലപാട് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ നിയമസഭക്കകത്ത് നിയമസഭയുടെ സമ്മേളനം ഇപ്പൊ 4-ാം തീയതി തുടങ്ങുകയാണ്. അപ്പൊ നിയമസഭക്കകത്തും പുറത്തും ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവരും. എല്ലാവരും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ടാണ് പോകുന്നത്. ഇങ്ങനെ ഒറ്റക്കെട്ടായി ജനങ്ങളെ അണിനിരത്തി ഒരു സമരം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഞങ്ങൾ ഏറ്റവും ഒരു വിജയമായിട്ട് കാണുന്നു. കഴിഞ്ഞ ദിവസം ഈ കോൺട്രാക്ടറെ മാറ്റിയെന്നൊരു ശ്രുതി കേട്ടു. അത് കഴിഞ്ഞാൽ കോൺട്രാക്ടർ തന്നെ ഈ പണി വീണ്ടും തുടങ്ങിയെന്നൊരു ശ്രുതി കേട്ടു. ഇത് ഒരുതരം കളിപ്പിക്കലാണോ? ഞങ്ങളെ മൊത്തം കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 കൊല്ലമായി ഈ കമ്പനി ഞങ്ങളെ കബളിപ്പിക്കുകയാണ്. എന്താ പറയാ, ഞങ്ങൾ ഏതെങ്കിലും തരത്തിലൊരു സമരത്തിലേക്ക് ആരംഭിക്കുമ്പോൾ അപ്പൊ ഇവിടെ ഒരു ലോഡ് കല്ലുമായിട്ട് മറ്റുള്ളവർ വരും. അപ്പൊ അങ്ങനെ കബളിപ്പിക്കാൻ ഇനി ഞങ്ങൾ വെച്ചു കൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ജനങ്ങളെല്ലാവരും ഈ കബളിപ്പിക്കൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഈ കബളിപ്പിക്കലിൽ ഞങ്ങൾ വീഴുന്ന പ്രശ്നമില്ല. ഏതായാലും MLA ഉൾപ്പെടെയുള്ളവര് ജനകീയ മുന്നണി രൂപീകരിച്ചാണ്, എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സമരം ഒരു സൂചനയെന്നല്ല, പല പ്രാവശ്യം MLA റോഡ് വിരോധം ഉൾപ്പെടെ പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാട്ടുകാർ പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കാലങ്ങളായി ഈ റോഡ് തകർന്നു കിടക്കുകയാണ്. ഈ സംസ്ഥാന പാതയുടെ ഭാഗമായ പുലാമന്തോൾ മുതൽ മേലാറ്റൂർ വരെയുള്ള റോഡ് വർഷങ്ങളായി തകർന്നിടും. തീർത്തും യാത്ര ദുഷ്കരമായ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് നാട്ടുകാരുൾപ്പെടെ, ഒരുപക്ഷെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എന്ന് തന്നെ പറയേണ്ടി വരും, നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് അണിനിരന്നാണ് ഈ സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് ഈ കട്ടുപ്പാറ ജംഗ്ഷനിൽ നടക്കുന്ന ഈ റോഡ് വിരോധ സമരം ഒരു സൂചന എന്നല്ല പറയുന്നത്, ശക്തമായ ഒരു താക്കീതാണ്. ഒരുപക്ഷെ ജനകീയനായ ഒരു MLA എന്ന് വേണമെങ്കിൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയാം. കാരണം ജനങ്ങൾക്ക് വേണ്ടി പലവട്ടം അദ്ദേഹം റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് വട്ടം അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ബന്ധപ്പെട്ട വകുപ്പുകളുമായി സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസിനെയും ഗതാഗത വകുപ്പിലെ മറ്റുദ്യോഗസ്ഥരെയും നേരിട്ട് കണ്ട് അദ്ദേഹം ഈ റോഡിൻ്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയം ഒന്നുമില്ല, ഒരു മത്സരവുമില്ല. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ റോഡ് പൂർത്തീകരിക്കേണ്ടത് എന്ന് അദ്ദേഹം പല പ്രാവശ്യം എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നിട്ട് പോലും ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോഴും എങ്ങും എത്താത്ത അവസ്ഥയിൽ ഒരിക്കലും ഈ റോഡ് നിർമ്മിച്ച് പൂർത്തീകരിക്കില്ല എന്ന ആരോ വാശിയുള്ളതുപോലെ
ഉൾപ്പെടെയാണ് ഈ റോഡ് നിർമ്മാണം ഇപ്പോഴും എങ്ങും എത്താതെ കിടക്കുന്നത്. ഏതായാലും ഈ റോഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം. കരാർ കമ്പനിയെ മാറ്റി പുതിയ കരാർ നൽകണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആണ് ഇവിടെ ഇന്ന് കട്ടുപാറ ജംഗ്ഷനിൽ MLA ഉൾപ്പെടെയുള്ളവർ ജനകീയ സമരസമിതി ഇവിടെ റോഡ് വിരോധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സമരത്തിന് ജനങ്ങളുടെ ഈ കാണുന്ന വലിയ ജനക്കൂട്ടം. ഏതായാലും ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം തിരുവനന്തപുരത്തേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് MLA മുന്നറിയിപ്പ് നൽകുന്നത്. ക്യാമറാമാൻ വസീം അഹമ്മദിനൊപ്പം ജബ്ബാർ വേണാട്, നിള 24 ലൈവ്.